എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകൾ ഉണ്ട്. എല്ലാം കിഴിക്കാത്തണ്ട് കിഴിയിലേക്ക് പോവാം. ഇപ്പൊ പോയനെ ഹെഡ് ഫസ്റ്റ് വൺ ഞായറാഴ്ചയായിട്ട് ഞാൻ തന്നെ തുടങ്ങാം. ഓക്കെ, നല്ലൊരു സൺഡേ അല്ലേ? അല്ല, ഞാൻ തുടങ്ങിയ നല്ല സൺഡേ ചീത്ത സൺഡേ മാറും. ഇല്ലല്ല, നിന്റെ നല്ല സൺഡേ ആണ്. ഫസ്റ്റ് വൺ ഗെയിം ചേഞ്ചർ. ഗെയിം ചേഞ്ചർ സിനിമയുടെ സെക്കൻഡ് സോങ് വരാൻ പോകുന്നു നാളെ, അതായത് 30-ാം തീയതി സെപ്റ്റംബർ 30-ന് സെക്കൻഡ് സോങ് വരും. ഫസ്റ്റ് സിംഗിൾ ആയിരുന്നു അല്ലേ? അതാ സോങ് ആയിരുന്നോ? ഫസ്റ്റ് വന്നത് സിംഗിൾ ആയിരുന്നില്ലേ? ഫസ്റ്റ് വന്ന സിംഗിൾ. ഇപ്പൊ എന്താ സോങ് എന്ന് കൊടുത്തിരിക്കുന്നത്? അപ്പൊ സെക്കൻഡ് സിംഗിൾ അല്ലേ? അത് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണ്ടതാ. പണി സിനിമയുടെ സിംഗിൾ. ഇത് സിംഗിളാ? യെസ്, 11/11 സംഭവത്തിയിട്ടുണ്ട്. എന്താണ് അറിയാ തുടക്കം? മറന്നാട് പുള്ളേ. അതെ, മറന്നാട് പുള്ളേ. മറന്നിട്ട് ആടങ്ങിട്ട് പുള്ളേ തിമുർക്കാനാ പറഞ്ഞത്. എന്തായാലും വലിയൊരു സംഭവമായിട്ട് തോന്നിയില്ല. ഗോകുല മൂവീസ് അല്ലേ സിനിമ പ്രൊഡക്ഷൻ. സിനിമ സംവിധാനം ചെയ്യുന്നാരാ? ജോജു ജോർജ്. ആളുടെ പണി ഏൽക്കോ നമുക്ക് നോക്കാം. യെസ്, വരട്ടെ. അടുത്ത കിഴി ദേവര പാർട്ട് 1. ഇത് നിയോഗാട്ടോ, നിയോഗമാണ് ഇത്. കാരണം തീർച്ചയായിട്ടും ദേവര ഇന്നലെ എനിക്ക് കിട്ടി. കാരണം റിവ്യൂ ചെയ്തത് ഞാനല്ലോ, അതുകൊണ്ടാണ് തോന്നുന്നു. ദേവര പാർട്ട് 1-ന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ നമ്മൾ ട്രാക്കഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത് 175 കോടിയാണ്. 172 കോടി. 172 കോടി. അല്ല, അതും തള്ളു, ഞാനും തെറ്റിച്ചാലും പ്രശ്നമൊന്നുമില്ലല്ലോ. കുഴപ്പമില്ല. തള്ളുന്ന എല്ലാവരും ഒരുമിച്ച് തള്ളിക്കോ. ഇനിയിപ്പോ അതിനൊരു കുറവ് വരുത്തണ്ട. വേണമെങ്കിൽ 200 കയറ്റി അടിക്കാറില്ലേ? എന്തായാലും തള്ളല്ലേ. അടുത്തത് സാർഫിറ സിനിമയുടെ OTT റിലീസ് ഒക്ടോബർ 11-ാം തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ. സുറാറൈ പോട്ടറിന്റെ ഹിന്ദി റീമേക്ക്. ഇവിടെ അക്ഷയ് കുമാറിനെ വെച്ചിട്ടാണ് ഈ സിനിമ ചെയ്തത്. വമ്പൻ ഫ്ലോപ്പായിരുന്നു. അക്ഷയ് കുമാർ കരഞ്ഞത് കഴിഞ്ഞിട്ട് റിലീസിന് ശേഷം എന്നെ ആരൊക്കെയോ മനഃപൂർവ്വം ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞു, എന്നെ ചവിട്ടി താഴ്ത്താൻ നോക്കുന്നു എന്ന് പറഞ്ഞ് ബോളിവുഡിൽ. ഓക്കെ, അടുത്ത കിഴി എന്ന് സ്വന്തം പുണ്യാണ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ, മോഷൻ പോസ്റ്ററും വന്നിട്ടുണ്ട്. അർജുൻ അശോകനാണ് നായകൻ. അർജുൻ അശോകൻ മാത്രമല്ല, നമ്മുടെ ബാലവർഗീസ് ഉണ്ട്, അനശ്വരയാണ് നായിക. ഒരു വ്യത്യസ്തമായ ഒരു പോസ്റ്ററാണ്. മോഷൻ പോസ്റ്റർ നല്ല രസം ഉണ്ടായിരുന്നു. രഞ്ജിമണിക്കല്ലേ? ബൈജു പൊളി. റോഡ് മൂവിയാ? അറിയില്ല. മൊത്തത്തിൽ അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് വെറൈറ്റി സാധനം. ഭയങ്കര രസമായി. പൊളി പൊളി. ഈ ഒരു സാധനമില്ലേ പള്ളികളിലൊക്കെ, ക്രിസ്ത്യൻ പള്ളി നമ്മുടെ ഇവിടെ ഒന്നുമില്ല, പക്ഷെ തൃശ്ശൂർ ഭാഗത്തേക്ക് പോയി പള്ളിയുടെ ടോപ്പില്ലേ, ടോപ്പിൽ ഇതുപോലത്തെ വർക്കുകൾ ഉണ്ടാവും. ആ സാധനമാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതിനകത്ത് ഭയങ്കര രസം അത് കാണാൻ. ആ ഒരു സംഭവം അത് കണ്ടപ്പോഴേ പെട്ടെന്ന് അതാ ഫീൽ ചെയ്തത്. ഗംഭീരമായിട്ടുണ്ട്. അതന്നെ. അതേപോലെ തന്നെ സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിലും മഹേഷ് മധു ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് റേച്ചൽ സിനിമയുടെ ഓഡിയോ റൈറ്റ്സ് ഗുഡ് വിൽ എന്റർടൈൻമെന്റ്സ് സ്വന്തമാക്കിയിട്ടുണ്ട് കേട്ടോ. റിലീസ് റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചില്ലല്ലോ. അണിറോസ് ആട്ടോ നായിക. അടുത്ത കിഴി രേഖാചിത്രം. മോനെ, അടുത്ത വമ്പൻ സിനിമയാണ് രേഖാചിത്രം സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. അനശ്വര വീണ്ടും ഗംഭീര പടമായിരിക്കും. അടിപൊളി പോസ്റ്ററാണ്. കഴിഞ്ഞ പോസ്റ്റർ വന്നപ്പോഴും ഒരു രക്ഷയില്ല, ഭീകര പോസ്റ്റർ. ഇതും ഗംഭീര പോസ്റ്റർ. അനശ്വരയെ കൊടുത്തിരിക്കുന്നുണ്ടല്ലേ? ഫസ്റ്റ് ലുക്കിലും അനശ്വരയുടെ ആ ഒരു ലുക്ക് ഉണ്ടല്ലോ, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതില് ഒരു രേഖാചിത്രം പോലെ ബാക്കിൽ. അതൊക്കെ സൂക്ഷിച്ച് നോക്കണം, പെട്ടെന്ന് കാണുന്നില്ല. ജോഫിൻ ടി ചാക്കോ ആളെ നമുക്കറിയാം, പ്രീസ്റ്റ്. അതിനപ്പുറം ഞെട്ടിക്കുന്ന ഒരു സാധനമായിട്ട് വരട്ടെ. അതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ആസിഫ് അലിയുടെ അടുത്ത ഒരു 50 കോടി. എന്താ അറിയോ, ആസിഫ് അലി ഇപ്പോ വലിയ സിനിമകളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുപോലുള്ളൊരു സിനിമയായിരിക്കും അടുത്ത 50 കോടി ക്ലബില്. അതെ,
അതിനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടാകട്ടെ. എന്താണെങ്കിലും അടുത്ത കിഴി എംപുരാൻ. എംപുരാൻ സിനിമയുടെ ലൊക്കേഷൻ സ്റ്റിൽസ് കാണിക്കുന്നുണ്ട്. ഓക്കെ അടുത്ത കിഴി ദണ്ഡകാരണ്യം. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. തമിഴ് മൂവിയാണ്. ഇതേ പാരഞ്ജിത്ത് പ്രസൻസിലാണ് സിനിമ വരുന്നത് കേട്ടോ. ആദിത്യൻ അതിരൈ ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ കലൈരസൻ നായകനാകുന്ന സിനിമയാണ്. ഓക്കെ അടുത്ത കിഴി ഒരു വെടിച്ചില്ല. സലാർ 2 സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ തമ്പനയിൽ പുറത്തു വന്നിട്ടുണ്ട്. ഗംഭീരതാണ്. നമ്മുടെ പൃഥ്വിരാജ് അല്ലേ ആ തോളത്ത് കിടക്കുന്നത്? ഒടിച്ചു തൂക്കിയെടുത്തിട്ടുണ്ട് പൃഥ്വിരാജിനെ. എന്നിട്ട് ഇങ്ങനെ മൂപ്പര് നല്ല എന്തോ സംഭവം കഴിഞ്ഞ പോലെ നിൽക്കുന്നത് സലാറ് അല്ലേ. ഇപ്പൊ പൃഥ്വിരാജ് മനസ്സിൽ പറയണ്ട, ഇവനല്ല എന്റെ സലാർന്ന്, ഇതല്ല എന്റെ സലാർന്ന് അടിച്ച് പഞ്ഞി കിട്ടും. സംഭവം ശരിയാണ്, ശത്രുക്കളൊക്കെ ആവും. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യണോന്നൊക്കെ നെട്ടെല്ലാം ഒടിക്കണോ? മരിച്ചു പോയില്ലേ? അയ്യോ കൊള്ളാം. ഇങ്ങനെ ഇടിക്കണം. ഇതിന്റെ ഷൂട്ട് കഴിയാനായില്ലേ? എവിടെ ഷൂട്ട് തുടങ്ങിയിട്ടില്ല. തുടങ്ങിയില്ല. അപ്പൊ പൃഥ്വിരാജ് ഉടനടി തുടങ്ങുന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണ് ഒക്ടോബറിൽ ഫസ്റ്റ് പൃഥ്വിരാജ്. അതൊക്കെ മാറ്റി വരില്ലേ. ശരി ശരി ശരി. എന്തായാലും നമ്മുടെ പ്രശാന്തിയിൽ പറഞ്ഞിരിക്കുന്നത് സലാറും പിന്നെ NTR 31 അതും രണ്ടും ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നു. ഒരു അതായത് മറ്റേ രണ്ടെണ്ണം ഒരുമിച്ച് കൊണ്ടതിനകത്ത് ഒരെണ്ണം വരാനുണ്ട്, ഗെയിം ചേഞ്ചർ. അപ്പൊ അതും കൂടി കഴിഞ്ഞിട്ട് ഈ രണ്ടെണ്ണം ഒരുമിച്ച് കൊണ്ടുപോകുന്ന രീതി ഒന്ന് നോക്കിയാൽ മതി എന്നാണ് നമ്മുടെ അഭിപ്രായം. നിന്റെ അത് തെറ്റാട്ടോ നീ പറഞ്ഞത്. ആണോ? എന്താ ഞാൻ പറഞ്ഞത് തെറ്റെന്താ? അത് രണ്ടെണ്ണം ഒരുമിച്ച് കൊണ്ട സിനിമയല്ല, അത് 3 ഒരുമിച്ച് കൊണ്ട സിനിമയാണ്. ഇന്ത്യൻ 2, ഇന്ത്യൻ 3. ശരിയല്ലേ, അത് ശരിയാ. അല്ല, ഒന്നിൽ കൂടുതൽ ഒരുമിച്ച് കൊണ്ടുപോയ സമയമാണല്ലോ ഇപ്പൊ. ഓക്കെ ഏതായാലും അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് രണ്ടെണ്ണം ഒരുമിച്ച് കൊണ്ടുപോകുന്നത് വളരെ നല്ലതായിരിക്കും. അതാ പറയാനുള്ളൂ. ഹിസ്റ്ററി പരിശോധിക്കാം. ഓക്കെ അടുത്ത കിഴി മഹേഷ് നാരായണൻ മമ്മൂട്ടി മോഹൻലാൽ മൂവി. സിനിമയുടെ ലൊക്കേഷൻ ഹണ്ടിങ് തുടങ്ങിയിട്ടുണ്ട്. സ്റ്റിൽസ് വന്നിട്ടുണ്ട്. നമ്മുടെ മഹേഷ് നാരായണനും ആൻഡോ ജോസഫും. ഇതേ ചിത്രങ്ങൾ അമേരിക്കയിലല്ലേ? അമേരിക്ക. ഓക്കെ അടുത്തത് സലാർ 2 വിജയിച്ചുട്ടോ. ദളപതി 69 സിനിമയില് മഞ്ജു വാര്യർ പ്രധാന വേഷത്തിലെത്തുന്നുള്ള കേൾക്കുന്നുണ്ട്. മലയാളത്തിൽ നിന്ന് 3 പേരെയാണ് കേട്ടോ കാസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. ഒന്ന് ലാലേട്ടൻ, ഒന്ന് മഞ്ജു വാര്യർ, പിന്നെ ഒന്ന് മമിത ബൈജു. നടന്ന കിടുക്കും ഉറപ്പാ. ഓക്കെ അടുത്ത കിഴി. അല്ല ഇതിലൊരു വെറൈറ്റി ഉണ്ട്. എന്താടാ? 3 പേര് 3 M. ട്രിപ്പിൾ M. മമിത, മഞ്ജു, മോഹൻലാൽ. അയ്യോ. ഓക്കെ അടുത്ത കിഴിയും അളിയാം ധൂം 4. അടിപൊളി. ധൂം 4 സിനിമയിൽ ഏതാണ്ട് ധൂം 4 നായകനാവുന്നത് ഇപ്പോൾ റൂമേഴ്സ് പ്രകാരം നമ്മുടെ രൺബീർ കപൂർ ആയിരിക്കും എന്നുള്ളതാണ്. ഏതാണ്ട് ഉറപ്പിച്ചു എന്നുള്ള രീതിയിലാണ്. അതൊരു സത്യം കേട്ടോ. ഏകദേശം ഭയങ്കരമായിട്ട് ശക്തമായ റൂമറുകളാണ്. കാരണം ആളുടെ അല്ല എവിടെ സൂര്യ സൂര്യ വില്ലനായിട്ട് എത്തുന്നതാണ്. ഷാറുഖ് ഖാൻ ഒന്നുമില്ല. ആരാ പറഞ്ഞ ഷാറുഖ് ഖാൻ ഉണ്ട്? ഒന്ന് വെറുതെ പറഞ്ഞുണ്ടാവുക. സൂര്യ വില്ലനായിട്ട് എത്തുന്നു കേൾക്കുന്നുണ്ട് കേട്ടോ. അതവിടെ ഇരിക്കട്ടെ, ഇത് തന്നെ അവിടെ ഇരിക്കട്ടെ, കൺഫേം ആവട്ടെ. അതല്ല, രൺബീർ തന്നെ അവിടെ ഇരിക്കട്ടെ. ഇത് കൺഫേം ആയിട്ട് അവർ ഒഫീഷ്യലി വരുമ്പോ നമുക്ക് ഓക്കെ ആകാം. ഇതിന്റെ ന്യൂസ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ 2025 സിനിമ സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴേക്കും രാമായണ ആള് ചെയ്തുകൊണ്ടിരിക്കുന്ന അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇത് തുടങ്ങും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ എന്തായാലും വരട്ടെ. ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ അതായത് ഷാറുഖ് ഖാൻ, സൽമാൻ ഖാൻ, അമീർ ഖാൻ, ഈ ഒരു ഇതിന് താഴെ നിൽക്കുന്നതിൽ അതിന് ശേഷം വന്ന ടീമിൽ രൺബീർ കപൂർ തന്നെ. അത് ഒരു രക്ഷയില്ലാത്ത പടങ്ങളാട്ടോ അല്ലേ? അതെ, രക്ഷയില്ലാത്ത നടൻ. ആക്ടിങ് അതാണ് അതിന്റെ പവർ. അടുത്തത് വേട്ടയ്യൻ സിനിമയുടെ
പ്രകാശ് രാജ് നമ്മുടെ അമിതാഭ് ബച്ചന് വേണ്ടിയിട്ട് ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാറ്റിയിട്ട് അമിതാഭ് ബച്ചന്റെ ശബ്ദം തന്നെ AI ചെയ്തിട്ടുണ്ട്, ആക്കി മാറ്റി. യെസ്, അതാണ് തിയേറ്ററിൽ കയറിയപ്പോൾ കിട്ടിയ. ദേവര സിനിമ കണ്ടപ്പോ ഇതിന്റെ ടീസർ ഉണ്ടായിരുന്നു, പ്രിവ്യൂ അങ്ങനെ പറയണല്ലേ, പ്രിവ്യൂ. അതില് ഇത് ഭയങ്കര കല്ലിടിയായിട്ട് നിൽക്കുന്ന ഒരു സൗണ്ടായിരുന്നു പ്രകാശ് രാജിൻ്റെത്. പക്ഷേ ഇത് കേട്ടപ്പോൾ ഭയങ്കര ഇത് മാറ്റോ ഇല്ല, നമ്മൾ കേട്ട് പരിചയം ആയതായിരിക്കും എന്ന് കരുതി. പക്ഷെ അപ്പോഴും ഇത് പ്രകാശ് രാജിന്റെ സൗണ്ട് അല്ലല്ലോ എന്ന് മനസ്സിൽ തോന്നി. പക്ഷെ അങ്ങ് വിട്ടു. പ്രകാശ് രാജിന്റെ സൗണ്ട് ശരിക്കും ഇതിന് അമിതാഭ് ബച്ചന് പറ്റിയൊരു ഗാംഭീര്യമൊന്നും ഇല്ലായിരുന്നു. അമിതാഭ് ബച്ചന്റെ സൗണ്ടിന് അതിന് മാത്രം ഗാംഭീര്യം ആർക്കാ ഉള്ളത്? ഇല്ലല്ലോ. ശരിക്കും അങ്ങനെ സൗണ്ട് എന്താ പൊളിയല്ലേ, ഭീകര സൗണ്ടാണ്. ആ സൗണ്ടിലേക്കൊന്നും എത്തൂല. അല്ല ഇത് നന്നായി, ഇത് AI ചെയ്യുമ്പോ വലിയ വ്യത്യാസം തോന്നൂല്ല. അതാ പറഞ്ഞ ആ ഒരു ടെക്നോളജി ഭയങ്കര വികസിച്ചു കേട്ടോ, ഒരു രക്ഷയില്ല. ഇതിന്റെ മുമ്പ് പലതിലും മലയാളത്തിൽ പോലും നടന്നിട്ടുണ്ട്, ഏതാ നമ്മൾ പറയുന്നില്ല. ഓക്കെ, അപ്പൊ എന്തായാലും കിഴി എപ്പിസോഡോടെ തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ.